കഴിഞ്ഞ ദിവസം ജീവിക്കാൻ വേണ്ടി മറ്റു മാർഗമൊന്നുമില്ലാതെ കൈക്കൂലി വാങ്ങിയ ഒരു മെഡിക്കൽ കോളേജ് ഡോക്ടറുടെ വിവരണം നമ്മൾ മാധ്യമങ്ങളിലൊക്കെ കണ്ടു. വളരെ സങ്കടം തോന്നി. അദ്ദേഹത്തിന് വെറും 3 ലക്ഷം രൂപ മാത്രമേ ഗവൺമെൻറ്റിൽ നിന്ന് ശമ്പളം കിട്ടുന്നുള്ളൂ. മാസശമ്പളവും പിന്നെ പുറത്ത് പ്രൈവറ്റ് പ്രാക്ടീസ് നടത്താതിരിക്കാനുള്ള ഒരു അലവൻസ് എല്ലാം കൂടി പുള്ളിക്ക് ഒരു 3 ലക്ഷം രൂപ മാത്രമേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ടൊന്നും ഒരു കുടുംബം കടന്നു പോകില്ലല്ലോ സാധാരണക്കാരനൊരു മാസം. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? തൊട്ടടുത്ത ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി അവിടെയും ജോലി ചെയ്തു. അവിടെ 7 ലക്ഷം എന്നാണ് കേട്ടത്. അങ്ങനെ 7 3 10 ലക്ഷം രൂപ ഒരു മാസമൊക്കെ കഷ്ടിച്ച് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കടന്നു പോകാം. പക്ഷെ അദ്ദേഹം ഒരു നല്ല കാര്യം ചെയ്തു കേട്ടോ. എല്ലാ ദിവസവും മെഡിക്കൽ കോളേജിൽ വന്ന് പഞ്ച് ചെയ്തു, വൈകിട്ടും വന്ന് പഞ്ച് ചെയ്തു. അങ്ങനെ ആ തൊഴിലിനോട് ഒരാത്മാർത്ഥത കാണിച്ചിട്ടുണ്ട്. ഒരു മാസം 10,000 രൂപയൊക്കെ കൊണ്ട് കഴിയുന്ന കുടുംബങ്ങളിലെ അംഗങ്ങളാണ് ഈ ഗവൺമെൻറ്റിൻ്റെ മെഡിക്കൽ കോളേജിലൊക്കെ വരുന്നത്. അവർക്കൊന്നും ചികിത്സ കൊടുത്തില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. ലക്ഷങ്ങൾ മറിക്കാൻ കാശുള്ള പാവപ്പെട്ട മുതലാളിമാർ വരുന്ന പ്രൈവറ്റ് ആശുപത്രി നിന്ന് മുതലാളിമാർ മാത്രമല്ല പ്രൈവറ്റ് ആശുപത്രി വരുന്ന എല്ലാത്തവരും വരുന്നുണ്ട്. എങ്കിലും നമുക്ക് നമ്മുടെ ഈ കഥാപാത്രത്തെ നോക്കുമ്പം അദ്ദേഹം അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി സേവനം ചെയ്യാണ്. 3 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ എന്തുണ്ട് ഇന്നത്തെ കാലത്ത്? അത് ഓർക്കണം. പുറത്ത് വേറെ പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് ഇഷ്ടനെയും പൈസ മേടിച്ചെടുക്കുന്നത്. ഏതായാലും കുറേ നാളിങ്ങനെ പുറംപണിയൊക്കെ ചെയ്തു. ആരോ ഒറ്റി, വിജിലൻസ് പിടിച്ചു. വിജിലൻസുകാർ 1 മാസമോ 2 മാസമോ മറ്റേ ഇങ്ങനെ പുറകെ നടന്നിട്ടാണ് അങ്ങനെ പിടിച്ചതെന്നാണ് പറയുന്നത്. ഇനി ആ മനുഷ്യനെ എന്ത് ചെയ്യും? 3 ലക്ഷം രൂപ കിട്ടിയിട്ട് അതിൻ്റെ കൂടെ 7 കൂടെ കിട്ടിയിട്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള ഈ മനുഷ്യൻ ഇനി എന്ത് ചെയ്യും? ഏതായാലും ഇങ്ങനെ കൈക്കൂലി വാങ്ങിച്ചതിനെക്കുറിച്ച് ഇവർക്കൊരു സംഘടനയുണ്ട്, IMO എന്ന് പറഞ്ഞൊരു സംഘടന. ഈ IMO ഒന്നും പറയുന്നില്ല. ഈ മനുഷ്യന് വേണ്ടി ഇനി ഇവരെല്ലാ മാസവും പിരിവെടുത്ത് കൊടുത്ത് അങ്ങനത്തെ കുടുംബം പുലർത്തണ്ടേ? ഏതായാലും ഈ 10 ലക്ഷം രൂപയൊക്കെ ഒരു മാസം കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും കാര്യമായിട്ടൊന്നും ബാലൻസ് കാണത്തില്ല. ഇന്നത്തെ കാലത്ത് 10 ലക്ഷം രൂപ കൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാനാണ്? നമ്മൾ അതേസമയം ഇവിടെ സാധാരണക്കാരൻ 10,000 രൂപയോ 15,000 രൂപയോ 20,000 രൂപ കൊണ്ടൊക്കെ ഒരു മാസം ചിലപ്പോൾ വാടകയും കൊടുക്കുന്നുണ്ടാവും, കുട്ടികളെയും പഠിപ്പിക്കുന്നുണ്ടാവും. അതൊന്നും നമ്മുടെ ഈ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നമല്ല. ഇവർക്കൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ധാരാളം ഏമാമാരുണ്ട്. ഈ IMOക്കാരൊന്നും ഒരു കാര്യം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ഡാക്ടറാണ് ഇത് ചെയ്തത്, അയാളെ ഞങ്ങൾ ശിക്ഷിക്കും, അയാളുടെ ലൈസൻസ് കളയും എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ സർക്കാരെ ഒരു കാര്യം പറയാനുണ്ട്. ഇവനൊക്കെ പഠിച്ചത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പൊതുജനത്തിൻ്റെ കാശ് കൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഇയാളുടെ വർഷങ്ങളായിട്ടുള്ള ഇയാളുടെ കൊടുത്ത ശമ്പളങ്ങളും അലവൻസുകളൊക്കെ സർക്കാർ നിയമപരമായിട്ട് തിരിച്ചു പിടിക്കണം. ഇങ്ങനെയുടെ ലൈസൻസും കട്ട് ചെയ്യണം. എന്നാലല്ലേ ഇത് കഷ്ടപ്പെടുന്ന ആളുകൾക്കൊരു മനസ്സമാധാനം കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മൾ വലിയ ഭിഷുഗ്രനാണ്, വലിയ ഡാക്ടറാണ് എന്ന് പറഞ്ഞ് ഈ പാവപ്പെട്ടവനെ വിറ്റ് കാശാക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇങ്ങേർക്ക് ഇതൊന്ന് രാജിവെച്ച് പോയി കഴിഞ്ഞാൽ ഗവൺമെൻറ് വേറെ ഡോക്ടർമാരവിടെ വെക്കില്ലേ? അങ്ങനെ മുഴു സമയവും ഈ ആശുപത്രിയിൽ നിൽക്കുന്ന ഡോക്ടർമാരുണ്ടെങ്കിലേ ഈ പാവപ്പെട്ട രോഗികൾ മെഡിക്കൽ കോളേജിൽ ചെല്ലുമ്പം അവർക്കതിൻ്റെ ഫലം കിട്ടത്തില്ലേ? ഇങ്ങനെ കൃത്യമായിട്ട് ചെയ്യുന്നു, പഞ്ച് ചെയ്യുന്നു, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നു, വൈകിട്ട് തിരിച്ചു വന്ന് മെഡിക്കൽ കോളേജിൽ വന്ന് പഞ്ച് ചെയ്യുന്നു. കഷ്ടമാണ് സാറേ, കഷ്ടം. ഇങ്ങനെ മാത്രമൊന്നുമല്ല കേട്ടോ.
വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ 200 ഡോക്ടർമാർ കേരളത്തിൽ, അഥവാ 200 ഗവൺമെൻറ് ഡോക്ടർമാർ കേരളത്തിൽ ഇതുപോലെ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയിട്ട് നാട്ടുകാരെ പറ്റിക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാണ്, നമ്മുടെ നാട്ടിൽ ഇതല്ല, ഇതിനപ്പുറത്ത് നടക്കും. ഇത് ഒരു പക്ഷേ ഇവരൊക്കെ പണ്ട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഗവൺമെൻറ് ഫീസിൽ പഠിച്ചു വന്നതായിരിക്കും. ഇപ്പോൾ കോടികളൊക്കെ കൊടുത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പഠിപ്പിക്കുന്ന ആളുകൾ വന്നു കഴിയുമ്പോഴത്തെ ഒരവസ്ഥയെ അയ്യോ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ ഗവൺമെൻറ്, എൻ്റെ IMO ഇവർക്ക് ഇങ്ങനെ ഒരു ജീവിക്കാനൊരു 5 ലക്ഷമൊക്കെ എങ്കിലും മാസം എല്ലാവരും കൂടെ പിരിവിട്ടെങ്കിലും കൊടുത്ത് ഈ ഡാക്ടറെയും കുടുംബത്തെയും ഒന്ന് സംരക്ഷിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച്, ഈ ഡാക്ടർമാരെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അനുഭവങ്ങളുണ്ടോ? കമൻറ്റ് ചെയ്യുക.